അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതാണ്ട് ദോശയും പിന്നെ പയറ് കറിയും പിന്നെ മീൻകറിയായിരുന്നു. ഇത് മീൻകറിയാണേ. പിന്നെ രാവിലെ പ്രിൻസിന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവൻ രാവിലെ തന്നെ കഴിച്ചിട്ട് പോയി. ഗബ്രൂട്ടനും കഴിച്ച്, പ്രിൻസിയും കഴിച്ചു, ക്രിസ്റ്റീനയും കഴിച്ചു. പിന്നെ കുറച്ച് ഇനി ഇച്ചാനും എനിക്കുള്ളത് ഇതിനകത്തുണ്ട് കേട്ടോ, ചുട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കി മാവുണ്ട്. പിന്നെ ദാണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിയൊക്കെ വെക്കണം. അതിനുള്ള തേങ്ങയൊക്കെ അരച്ചാൽ മതി. ഇതാണ്ട് ഇതുപോലെ പ്രിൻസ് ഇങ്ങനെ എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ മിക്സിക്കകത്തിട്ടിട്ട് ഇതാക്കി എടുത്താൽ മതിയല്ലോ, അരച്ചെടുത്താൽ മതി, എളുപ്പമുണ്ട്. അപ്പം അത്ര രാവിലത്തെ ഒരു 8 മണി 8:30 ആകുമ്പോൾ മാക്സിമം പോയ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും തീരും. 8:30 ആകുമ്പോഴത്തേനും. ഇനി അടുത്തത് നമുക്ക് ക്രിസ്റ്റീനാനെ ഒരുക്കണം. ക്രിസ്റ്റീനയ്ക്ക് ഇന്ന് യൂണിഫോം കിട്ടി, അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇനി അവളുടെ മുടിയൊക്കെ കെട്ടി അവളെ റെഡിയാക്കി ഇച്ചാൻ കൊണ്ടയാക്കും. എന്നിട്ട് വേണം എനിക്കും ഇച്ചാനും കഴിക്കാനായിട്ട്. അപ്പോഴത്തേനും കാണാവേ. അപ്പം രാവിലെ ഇതിപ്പോൾ മോളെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് 9 ആകുമ്പോൾ അവൾ പോവേ. ഇച്ചാൻ അവളെ കൊണ്ടുവിട്ടിട്ട് വന്നു. പിന്നെ എനിക്ക് ഇച്ചിരി തുണി വിരിക്കാനുണ്ടായിരുന്നു, കുറച്ച് തുണി. അതൊക്കെ വിരിച്ച് ഞാൻ തിരിച്ച് കയറി വന്ന് അരി ഇട്ടായിരുന്നു കേട്ടോ. അരി തിളച്ചു. ഫുഡ് കഴിക്കുക. അല്ലാണ്ട് ഒരു ദോശ എടുത്തു. എന്നാൽ പയറ് കേട്ടോ. എനിക്ക് ഒഴിച്ചവരോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പയറെടുത്ത്. ഗബ്രൂട്ടന് ഇച്ചിരി പിച്ചിട്ട് കൊടുത്താൽ തിന്നത്തില്ല. നമ്മൾ വാരി കൊടുത്താൽ പിന്നെയും കഴിക്കത്തുള്ളൂ അല്ലേ ഗബ്രൂട്ട? പിന്നെ ഇച്ചാനും കഴിക്കാൻ എടുത്ത് കൊടുത്തു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് കഴിക്കുക. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി മെഡിസിനൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇനി മീൻ വെട്ടണം. അപ്പോഴത്തേനും കാണാവേ. അപ്പം ഞാൻ ഇച്ചാൻ പുറത്ത് ജോലിയിലാട്ടോ. കുറച്ച് അലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഞാൻ ചോറൊക്കെ വെച്ച് അതെല്ലാം ഊറ്റി. പിന്നെ കൊഴുകമീനില്ല ചൂട, അത് തോനെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടി കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ തുടങ്ങുവാണേ, വെച്ചത് കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ പീര വറ്റിച്ചാണ് കേട്ടോ. ഇതണ്ടേ, പീര വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്, ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്ത് ദാണ്ട് മീൻ വറുത്തുകൊണ്ടിരിക്കുവാണേ. കുറച്ച് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം വിശക്കാൻ തുടങ്ങി. കുറച്ച് വറുക്കാനുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ അതേ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചു. ഞാൻ ജോലിയില്ല, അപ്പം കഴിച്ചോളാൻ പറഞ്ഞ് ഞാൻ അതേ കഴിക്കാൻ തുടങ്ങുവാണേ. അപ്പം ഈ ചൂട വെട്ടിയെടുക്കാൻ നല്ല സമയം എടുത്തു കിട്ടും. അത്യാവശ്യം നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 മണിയായി കേട്ടോ. എന്താ അതെടുത്തോ? ഞാൻ വിചാരിച്ച് ചോറ് കൈയിട്ട് വരാനാണ്. അപ്പം ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇത്തിരിയെല്ലാം കൂടെ ഇട്ട് കുഴച്ച് കൊള്ളാം. കൊള്ളാം, സൂപ്പറാണോ? ഹായ് പറ എല്ലാവർക്കും. ഹായ് പറ. കാപ്പ് കുടിച്ചതല്ലേ, ചോറുണ്ടോ ചോദിക്കും. ഇച്ചായും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. കഴിയാറായിച്ച? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ള ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കണം, അലക്കണം, ഗബ്രൂട്ട്സിനെയും കുളിപ്പിക്കണം. അങ്ങനെ ഗബ്രൂസിന് വൈകുന്നേരത്തെ ഒരു ഉറക്കത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ചില ദിവസം വൈകുന്നേരം ഉറങ്ങും, ചിലപ്പോൾ രാവിലെ മാത്രമായിട്ട് ഉറങ്ങത്തുള്ളൂ. അപ്പം അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ട് ചായ ഇടല്. അമ്മീമ്മ വെട്ടി കറി വെച്ചല്ലോ, അതും കൂടി ഉള്ളേ. അപ്പം ഞാൻ ഇച്ചിരി നേരം ഗബ്രൂസിനെ ഉറക്കാൻ കയറട്ടെ. സമയം 3:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ജോലികൾ വരുന്ന പോലെ തന്നെ വരുന്നത്. വേറെ കൂടുതലായിട്ട് അങ്ങനെ വരാറൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.